നമസ്കാരം, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലേ വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മളുടെ എയർ ഡ്രൈ ക്ലേ പോലെ തന്നെയാണിത്. ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോക്ക് പൗഡറും ഗ്ലൂവും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചോക്ക് പൗഡറിൻ്റെ കൂടെ ഗ്ലൂ മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലേയുടെ ടെക്സ്ചറിലേക്ക് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് എവിടെ കയ്യിലൊന്നും ഒട്ടാത്ത പരുവം വരും. അതുവരെ ആവശ്യത്തിന് ഗ്ലൂ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കയ്യിൽ കുറച്ച് പൗഡർ തടവിയിട്ട് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെച്ചാൽ ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ അത് വെച്ചിട്ടൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ഇത് റോൾ ചെയ്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പെറ്റലാക്കിയിട്ട് നമ്മൾ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇത് ഞാൻ കുറച്ച് വലുതായിട്ട് കാണിച്ചിരുന്നതാണ്. ഏത് ഷേപ്പിൽ വേണമെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിനേക്കാളും ചെറിയ പെറ്റൽസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ചെറിയൊരു റോള് ക്ലേ എടുത്തിട്ട് നമുക്ക് പെറ്റലായിട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ട ബോട്ടിൽ ഒന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ബേസ് കോട്ട് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ ആവശ്യമുള്ളത്ര പെറ്റൽസ് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായി ഒന്ന് ഉണങ്ങണം. ഇതേ ക്ലേ വെച്ചിട്ട് ഞാൻ ലീഫിൻ്റെ ഷേപ്പിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക് റാപ്പിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് പൊതിഞ്ഞോ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു എയർ ടൈറ്റ് ബോക്സിൽ വെച്ചാൽ മതി. ഇത് കുറേ കാലം ഇരിക്കും. ഇത് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടുണ്ടെങ്കിൽ ഗ്ലൂ ഒഴിച്ചിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിലൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫെവിബോണ്ടിൻ്റെ ഗമ്മ വെച്ചിട്ടാണ് ഞാൻ ഓരോ പെറ്റലും ഒട്ടിച്ചു കൊടുക്കുന്നത്. ഔട്ട്ലൈൻ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലൈൻ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ഇതും ഒട്ടിച്ചു കൊടുത്തു. ഇടയിലെ ഗ്യാപ്പ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി പാശ വെച്ചിട്ട് അതുകൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കളർ ചെയ്യാം. ഞാനിവിടെ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഇത് കളർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ചെറുതായി ഒന്ന് ഉണങ്ങണം. അതിനുശേഷം കളർ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഓറഞ്ച് കളർ വെച്ച് ഫ്ലവറിനും പച്ച കളറ് ലീഫിനാണ് കൊടുത്തിരിക്കുന്നത്. ചോക്ക് പൊടി അല്ലാതെ നമ്മൾ സാധാ നമ്മുടെ വീട്ടിലുള്ള മൈദമാവ് വെച്ചിട്ടും നമുക്ക് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് ഉപ്പ് അലിയിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ മൈദമാവ് ഇട്ടിട്ട് ക്ലേയുടെ ടെക്സ്ചറിലേക്ക് നമ്മൾ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഉപ്പിടണം എന്തിനാ വെച്ചാൽ മൈദമാവ് പ്രാണിശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദമാവല്ലേ ഉപയോഗിക്കുന്നത്. ബോട്ടിലിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ഞാൻ ലേസ് വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയി. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.